നല്ല സോഫ്റ്റിയായ കിണ്ണത്തപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതിനുവേണ്ടി നമ്മൾ ഒരു ഗ്ലാസ്സിൽ ഒരു ഇളം ചൂട് പാലെടുക്കുക. ഒരുപാട് ചൂടാകരുത്, ഇളം ചൂട് പാലെടുത്ത് നമ്മുടെ കൈ ഒന്ന് മുക്കിയാൽ പൊള്ളരുത്, ആ രീതിയിലുള്ള പാലെടുത്തതിന് ശേഷം അതിലോട്ട് ഒരു സ്പൂൺ പഞ്ചസാര ചേർക്കുക. അതിൽ നമ്മൾ ഒരു ടീസ്പൂണ് ഈസ്റ്റും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് കുറച്ച് നേരത്തേക്ക് പൊങ്ങാൻ വേണ്ടി മൂടി വയ്ക്കണം. നമ്മൾ കുറച്ച് തേങ്ങയും ഒരു അര ഗ്ലാസ് ചോറും എടുക്കുന്നുണ്ട്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നത് വെച്ചാൽ നമ്മുടെ ഇളം ചൂട് വെള്ളത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ. ഈ അരയ്ക്കുന്ന സമയത്ത് നമ്മുടെ പാല് അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് പൊങ്ങി വരും. അതും ഇതിനകത്തോട് ചേർത്ത് വേണം നമ്മൾ ആ പാലിലൂടെ ചേർത്ത് വേണം നമുക്ക് നന്നായിട്ട് ഇത് അരച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ പൊടി ഉണ്ടല്ലോ, ഞാൻ 1 കിലോ പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു കവർ ഒരു ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ, അതിൽ 1 കിലോ പൊടിയാണ് ഞാൻ എടുത്തത്. ആ പൊടിയും കൂടി ഈ നമ്മുടെ ചോറിൻ്റെ കൂടെ കുറേശ്ശെ അതും നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നല്ല നമ്മുടെ ഇഡ്ഡലിമാവിൻ്റെ പരുവമുണ്ടല്ലോ, ആ പരുവത്തിൽ നമ്മൾ അരച്ചെടുത്ത് വെക്കുന്ന സമയത്ത് തന്നെ ഞാൻ 1 ഗ്ലാസ് പഞ്ചസാര ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി പൊക്കമുള്ളൊരു പാത്രത്തിലാണ് ഈ മാവ് അരച്ചെടുത്ത് വെക്കുന്നത്. കാരണം കണ്ടോ, പിറ്റേ ദിവസം ആയിട്ടുണ്ട്. നന്നായിട്ട് ഇത് പൊങ്ങി വന്ന് മുകളിൽ വരെ, ഇച്ചിരിയുടെ ചെറുതായിരുന്നെങ്കിൽ വെളിയിൽ പോയതിനും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിനിയും പഞ്ചസാര നോക്കണം, മധുരം ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം പഞ്ചസാര വേണമെങ്കിൽ ആവശ്യത്തിന് പഞ്ചസാര ഇനിയും ചേർക്കണം, വേണ്ടെങ്കിൽ ആ ഒരു പരുവത്തിൽ പഞ്ചസാര മതി. പിന്നെ നമ്മൾ ഒരു പ്ലേറ്റ് എടുക്കണം. പ്ലേറ്റിൽ നന്നായിട്ട് നെയ്യ് തൂവിയതിന് ശേഷം ഏത്തയ്ക്ക ഉണ്ടല്ലോ, ഏത്തയ്ക്ക നമ്മൾ ഇവിടെ എല്ലാം വെച്ചതിന് ശേഷം നമ്മൾ മാവ് ഒഴിക്കണം. മാവെന്ന് വെച്ചാൽ ഒരുപാട് ഒഴിക്കരുത്, കാരണം ഇത് കുറച്ച് പൊങ്ങാനുള്ളതാണ് മാവ്. ഇത് അപ്പോൾ ഒന്ന് പൊങ്ങാനുള്ളതാണ്. അപ്പോൾ എന്താണ്, ഈ പ്ലേറ്റിന് ഒരു പകുതി ഭാഗം മതി, ഒരു 3-4 തവി മതി. ഞാൻ ഇഡ്ഡലിക്കുട്ടം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് ആവി വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഇത് വെച്ചൊരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം. 10-15 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതൊരു ചെറിയൊരു കമ്പ്, ഒരു ഈർക്കിലിയോ എന്തെങ്കിലും കൊണ്ട് നമ്മളെന്താണെന്ന് കുത്തി നോക്കണം. നമ്മളിത് വെന്തോന്നറിയാൻ വേണ്ടി കുത്തി നോക്കുന്ന സമയത്ത് നമ്മുടെ ആ കുത്തി നോക്കുന്ന ഈർക്കിലിയിൽ ഒന്നും പറ്റത്തില്ല. അപ്പം നമുക്കറിയാം ഇത് വെന്തെന്നറിയാൻ പറ്റും. ഒന്ന് കുത്തി നോക്കിയതിന് ശേഷം നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് ഇറക്കി ഉടൻ തന്നെ ഇളക്കാൻ നോക്കരുത്. ഒന്ന് തണുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇളക്കി, ഒരു മീഡിയം ടൈപ്പ് തണുത്തതിന് ശേഷം നിങ്ങളൊന്ന് ഇളക്കി തിന്ന് നോക്കുക. നല്ല ടേസ്റ്റിയായ കിണ്ണത്തപ്പമാണ്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഹായ്, ഞാൻ കിണ്ണത്തപ്പത്തിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ബാക്ക് ക്യാമറ എടുത്തിട്ട് ഇതിൻ്റെ ടൈം കൂടെ നമ്മൾ കാണിക്കാം. ഏത് സമയത്താണ് നമ്മൾ ഇത്രയൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന്. നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടൊക്കെയാണ് നമ്മൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നത്. പക്ഷേ വ്യൂസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പം നമ്മുടെ ഈ പരിശ്രമമൊക്കെ ഒരു ഫലമില്ലാതായി പോകുന്ന കൂട്ടാണ് നമ്മൾ വ്യൂസ് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഞാനാണെങ്കിൽ ബാക്ക് ക്യാമറ എടുത്തിട്ട് ഇപ്പം ഞാൻ എപ്പോഴാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈം ഞാൻ കാണിക്കാവേ. ഒന്നര ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എഡിറ്റിങ് തുടങ്ങിയതേ ഉള്ളൂ. ഇനി എപ്പോഴായാലും 3-3:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ കിടക്കുന്നത്.